ഹലോ ഹലോ, നീ എവിടെയായിരുന്നു? നീ എന്താ വല്ലാ കിതക്കണത്? ഞാൻ അടുക്കളയിലായിരുന്നു. ഫോൺ ബെല്ലടിക്കുന്ന കേട്ടില്ലേ? അത് കേട്ട് ഓടി വന്നതാ. കുട്ടികളെവിടെ? അവര് കളിക്കുക. എവിടെയാ കളിക്കണേ? പുറത്താണ്. എന്നാലേ വേഗം. നാണല്ലോത്തോനെ. ആണല്ലോ. ഭക്ഷണം കഴിച്ചോ? എന്ത് കഴിച്ചോന്ന്? ഇല്ലല്ല. പിന്നെ എന്റെ നെറ്റിന്റെ കാർഡ് തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ മൻസൂറിനെ വിട്ടിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടിയിലാണ്. ഈ കുട്ടികൾ ഇപ്പൊ കൊടുക്ക്. ഞാൻ അവർക്ക് കൊടുക്കാം. കുഞ്ഞോനെ, കുഞ്ഞോളെ, കുഞ്ഞോനെ, ഇതാ ഉപ്പോന്റെ ഫോൺ. കുഞ്ഞോനെ. ഹലോ, അടുത്ത ആഴ്ച വരൂടാ കുട്ട. വേഗം വരുമോ? പിന്നെ വേഗം. ഹലോ ഹായ് കുഞ്ഞോൾ. ഒരു ഹലോ, ഒരു ഉമ്മോണ്ടി. ഇവിടെ കുട്ടികളുണ്ട്. പോ, രാത്രി തരാം. പതുക്കെ പതുക്കെ. നീ ഇത്ര വേഗം വന്നോ? ബൈക്ക് കുതിരല്ലേ, പറക്കൂലേ? അങ്ങനെ വല്ലാതെ പറക്കൊന്നും വേണ്ട, നഷ്ടം ഞങ്ങൾക്കും കൂടിയാ. ഓനൊരു പറക്കലാരൻ. പെണ്ണ് എന്ന് പറഞ്ഞ എത്ര ഉള്ളൂ? അതൊരു ഇരുമ്പ് കമ്പി പോലെ നമ്മളെ ഗഡ്സ് വെച്ച് എങ്ങോട്ട് വേണമെങ്കിലും മടക്കാം. എളുപ്പം കയറണ്ടോ? എന്റെ ജമീലാത്തന്റെ കാര്യം എന്തായി? നടക്കോ? സംഗതിയൊക്കെ റെഡി ആയിട്ടുണ്ടടാ. പക്ഷെ രഘുവിനോടൊന്നും പറയരുത് കേട്ടോ. ഏകദേശം ചാലിയിട്ടുണ്ട്. നേരെ പറ. 2 ദിവസം കൊണ്ട് ഞാൻ ഒക്കെ ശരിയാക്കി എടുക്കും മോനെ. മൻസൂർക്ക ഞങ്ങളൊന്ന് കോട്ടക്കുന്നുമ്പോ കൊണ്ടുപോവോ? പിന്നെന്താ, കൊണ്ടുപോവാലോ. ഞങ്ങളൊന്ന് കോട്ടക്കുന്നുമ്പോ കൊണ്ടുപോകണം. പിന്നെന്താ, തീർച്ചയായിട്ടും കൊണ്ടുപോകും. പോയി കളിക്ക്. ഇന്നത്തെ പോലെ ഞങ്ങള് പട്ടികളിട്ടോ. ബഷീർക്ക് ഉണ്ടെന്നപ്പോ ഒന്നും അറിയണ്ടേന്നില്ല. കണ്ണുണ്ടപ്പോ അതിന്റെ വില അറിയില്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ഇനി നോക്കണം. കുട്ടികളെ സ്കൂള് തുറക്കുകയാണ്. ബഷീർക്കാണ് പോയിട്ടല്ലേ ഉള്ളൂ. വീടിന്റെ കടം തന്നെ തീർന്നിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണം. ആകെയുള്ളൊരാശ്വാസം ഈ ഇവിടെ ഉള്ളതാണ്. ഓടാനും പായാനും ഈ മാത്രല്ലേ ഉള്ളൂ. അന്നിപ്പോ അത്രക്കണ്ട് ബുദ്ധിമുട്ടിക്കാനും പറ്റില്ലല്ലോ. അനക്കൻ്റെതായ കാര്യങ്ങളില്ലേ. ഈ ചായ കുടിച്ചിട്ടില്ലല്ലോ. നല്ല പത്തിരിയും കോഴിക്കറിയും ഉണ്ട്. നീ ഇരിക്ക്, ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കട്ടെ. ഇനിയിപ്പോ കുട്ടികൾ വരും. കുട്ടികൾ വന്ന ഇവിടെ ഒക്കെ കലവിലാവും. എന്താടാ? നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതിനെന്താ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാണല്ലോ. ഓൻ്റെതാപ്പം എനിക്കാ ഇഷ്ടല്ല. എനിക്കുണ്ട് മോഹങ്ങൾ. നിനക്കെന്ത് പറ്റിയടാ? ഞാനൊരാളാണ്, എനിക്കുണ്ട് മോഹങ്ങൾ. പോടാ. മൻസൂറെ, നിക്കടാ അവിടെ. എനിക്ക് ഒരു നെറ്റിന്റെ കൂപ്പൺ കൊണ്ടുവരണം. എനിക്ക് മീറ്റിങ്ങും ചാറ്റിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് ഇത് നന്നായി ഒന്ന് വരക്കണം. ഇത് കാർഡൊന്ന് കൊണ്ടുവരാം. ഇതിന്റെ ആളെ കുതിരാക്ക. എന്നോടല്ലേ ചങ്ങായി അവിടെ നിൽക്കാൻ പറഞ്ഞത്? ചങ്ങായി എന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞത്? ഞാനും വരാം. ഓ, എത്തിയോ? എന്താടാ എന്താ പ്രശ്നം? എന്താടാ ഉണ്ടാകോണ്? ഓന്റെ വാപ്പാന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും. കള്ളുണ്ടോടാ? അത് ഇജ്ജല്ലേ വാങ്ങാറ്? എന്താ, നിങ്ങളെ കാശിനൊന്നും കിട്ടില്ലേ? ബീവറേജ് എന്റെ കാശ് മാത്രമേ എടുക്കുള്ളൂ. ഇന്നലെ പറഞ്ഞ മാതിരി താത്താനെ തോണ്ടാൻ പോയില്ലേ? അപ്പൊ ചളക്കിനെ കിട്ടിയില്ലേ? ഇതെന്തടാ മോന്തേമേ?
അന്നെ കൊണ്ട് പറ്റണ ചെയ്താ പോയി. മൻസൂറിനെ പറ്റി നിങ്ങളൊക്കെ എന്താടാ വിചാരിച്ചേ? ഇനിയാണ് കളി. അവള് വരും, പട്ടീനെ പോലെ വരുത്തും ഞാൻ. വരുത്തും. നീ എങ്ങനെ വരുത്തും? അതിനുള്ള ചങ്കൂറ്റൊന്നും ഇപ്പേനില്ല. ദാ ഇത് വെച്ച് വരുത്തും. ഇത് കണ്ടിട്ട് പറയടാ, ഞാൻ ആണാണോ പെണ്ണാണോന്ന്. എടാ എവിടെ നോക്കിച്ചറാ നീ ഇത്? ഈ പത്തിരി ഒന്നും എടുത്തില്ലേ? എടാ അനക്ക് ഫോൺ ഇഷ്ടായോ? ഇഷ്ടായി. പിന്നെ ഒരു കാര്യം, കുഞ്ഞാളാപ്പാന്റെ മോൻ ഷുക്കൂർ ചോദിച്ചാ ഈ ബഷീർ ഖാന്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതാന്ന് പറഞ്ഞാൽ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഓനൊരു കണ്ണുണ്ടായിരുന്നേ, നന്ദിയില്ലാത്തോനാ. ഞാനാ ബഷീർ ഖാനോട് പറഞ്ഞത് ഈ ഫോൺ അനക്ക് തരാൻ. നീ ഇരിക്കും, ഞാൻ കുളിച്ചിട്ട് വരാം. ശരിക്കും കിട്ടിയിട്ടുണ്ടല്ലടാ, വല്ലതും നടന്നോ? ആക്രാന്തം കാട്ടില്ലടാ, ഓരോരുത്തരും എടുത്ത് സെന്റ് ചെയ്യും. എടാ ഇതീക്കും ആ എന്താ ജമീല ഒറ്റയ്ക്ക്? വഴിമാറ്. എന്താ ജമീല താൻ വഴി മാറുന്നുണ്ടോ? ചൂടാവാതടി. ഒരൊറ്റ കാര്യം ചോദിച്ചിട്ട് ഞാൻ പോയിക്കോളാം. തുറന്നു പറയാലോ, ഞാൻ വല്ലാണ്ട് മോഹിച്ചു പോയി. ഇത് കണ്ടോ നീ? കണ്ടു. ഇത് മാത്രമല്ല, ഇനി കാണാൻ ബാക്കി ഒന്നുമില്ല. ഇത് മുഴുവൻ ദാഹം തീരണ വരെ കണ്ടു. ദാ കാണ്. എന്താ കാണണ്ടേ? ബാക്കി കാണണ്ടേ? ഇത് നാട്ടുകാര് മുഴുവൻ കാണണ്ടെങ്കിൽ ഒന്ന് സമ്മതിച്ചേര്. അറിയാലോ, ഇത് ഞാൻ മാത്രമേ കാണൂ. നാട്ടുകാരെ കൊണ്ട് കാണിപ്പിക്കല്ലേ.
ഞാനിവിടെ ആർക്കൂടെ ജീവിക്കണവിടെ? നിനക്കും കുട്ടികൾക്കും വേണ്ടി ഞാൻ ഇവിടെ ജീവിക്കണവിടെ. ഞാൻ എന്താ ചെയ്യണ്ടപ്പോ അത് പറ. എങ്ങനെ? എനിക്ക് നിന്റെ മൊട്ടത്തരം പുറത്തൊന്നും കേക്കണ്ട. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് പറ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് പറ. ഹലോ ഹലോ ഇക്ക, ഹലോ ഹലോ തെക്കല്ലേ. അബ്ബാസ് മാമ എന്തേ കുട്ടിയെ? ജമീലാത്ത ആത്മഹത്യ ചെയ്തു. ഹലോ. അബ്ബാസ് മാമയാണ്. പറ അബ്ബാസ് മാമ. പറടാ, എന്തൊക്കെയുണ്ട്? എന്താടി? നമ്മുടെ ജമീലാത്ത പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ബഷീറിന്റെ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മുടെ നാടിന്റെ കൂടെ പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്നത്? ഇത് അത്രയും ഗൗരവമായി എടുക്കണം നിങ്ങൾ. ഇന്റർനെറ്റും മൊബൈലും പോലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ നല്ലതാണ്, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രം. അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരൂഹ മരണങ്ങൾക്ക് നമ്മൾ ഇനിയും സാക്ഷിയാവേണ്ടി വരും. ഇനിയും ജമീലമാർ രക്തസാക്ഷിയാവേണ്ടി വരില്ലേ? നമ്മുടെ നാട്ടിൽ നടന്ന സംഭവത്തിന് കാരണക്കാരായ ഒരുത്തരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല എന്നാണ് നാട്ടുകൂട്ടത്തിലെ തീരുമാനം. ആടെ മൊബൈൽ ക്ലിപ്പ് പുറത്തു വിട്ടത് എനിക്കറിയില്ല. ഹലോ, എന്താണ് പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കും. അവൻ എന്റെ കടയിലെ ജോലിക്കാരനാണ്, എനിക്കറിയണം എന്താണ് പ്രശ്നം. നിനക്കറിയില്ലല്ലേ കാര്യം എന്താന്ന് ഞാൻ അറിയിച്ചു തരാം. പറ, ആരാ ഇവിടെ കൊണ്ടുവന്നത്? അതെനിക്കറിയില്ല. മൊബൈൽ ക്ലിപ്പ് കൊടുക്കുന്ന രഘുവാണ്. രഘു എവിടെ? അതെനിക്കറിയില്ല. അറിയാതെ പറ്റില്ല. വാ ഇങ്ങോട്ട്, പുറത്തു വാ. ഇങ്ങോട്ട് വാടാ. രഘു നിക്കടാ. രഘു ആകെ പ്രശ്നായി. എന്താടാ മറ്റേ പ്രശ്നം നാട്ടുകാരറിഞ്ഞു, അത് നമ്മളാണെന്ന് അറിഞ്ഞൂടാ. നിന്നെ തിരക്കി അവരിറങ്ങിയിട്ടുണ്ട്.
കൈ കിട്ടിയ അടിച്ചു കൊല്ലണം നായിന്റെ മക്കളെ. വടിയൊക്കെ എടുക്ക്. ഡാ, നിർത്തടാ. വണ്ടി നിർത്തടാ. ഞാനൊന്ന് പറയട്ടെ. പറയാൻ സമ്മതിക്ക്. ഞാനൊന്ന് പറയുന്നത് വിശ്വസിക്ക്. ഞാനല്ല ഒന്ന് പറയുന്നത് വിശ്വസിക്ക്. മൻസൂർ എന്ത് പണിയാച്ചു ചെയ്ത്? നീ കാരണം ഒരു മനുഷ്യജീവനാ നഷ്ടപ്പെട്ടത്. അതൊന്നും പറയണ്ട. ഞാൻ ആ രഘുവിനെയും കൂട്ടിനെ വിശ്വസിച്ചടാ ആ മൊബൈൽ ക്ലിപ്പ് അവർക്ക് കൊടുത്തത്. എന്തിന്? എല്ലാം പാടി ജമീലാത്ത ആത്മഹത്യ ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അന്നെ തന്നെ നാട്ടിലിറങ്ങിക്കുന്നു. മൻസൂറെ, പണി പാടി. നാട്ടുകാരാണ് അടങ്ങി വരുന്നത്. നീ ഓടി രക്ഷപ്പെട്ടോ? എടാ ഞാൻ അങ്ങോട്ട് പോവാ. ഞാൻ അങ്ങോട്ട് പോവാനാ. ഇറങ്ങിക്കോ. ഓടി രക്ഷപ്പെട്ടോ? എങ്ങോട്ടെങ്കിലും പോടാ. ഓടി രക്ഷപ്പെട്ടോ? അവിടെ കഴിപ്പെടണ്ട. ഹലോ, ആ മൻസൂറെ, നീ എവിടെയാ? ആ, എന്ന് നീ അവിടെ തന്നെ ഇരി, പുറത്തിറങ്ങരുത്. നാട്ടുകാർ മൊത്തം ഇളകിയിരിക്കുക. ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. കുഞ്ഞിക്ക, നാട്ടുകാർ മൊത്തം ഇളകിയിരിക്കുക. ഇതെല്ലാം ചെയ്തത് നമ്മുടെ മൻസൂറാന്നാ എല്ലാരും പറയണേ. എന്താ പറഞ്ഞേ? ഓ നമ്മുടെ എസ്റ്റേറ്റിലെ തേങ്ങാപ്പുരയിലുണ്ട്. ഇവിടെ വേണം. റഹ്മാനെ. ആ, എന്തേ?
എന്താ കുഞ്ഞിക്ക? ഇവിടുത്തെ കാര്യമെല്ലാം ജി വേണം നോക്കാൻ. ജനിക്ക് മകനെ പോലാണ്, പോലെയല്ല, ജനിക്ക് മകൻ തന്നെയാണ്. കുഞ്ഞിക്ക, കുഞ്ഞിക്ക, കുഞ്ഞിക്ക. അവര് പറഞ്ഞ മാതിരി ഇവിടെ ആരും കാണാനല്ലോ. നിക്ക് നിക്ക്, എവിടെ ശബ്ദം കേട്ടില്ല. വാ, ആ ഭാഗത്താണ്. മൻസൂറെ, നിക്കണം നായേ. മൻസൂറെ, ഈമാൻ എന്താണെന്നും ഇസ്ലാം എന്താണെന്നും ഇച്ചു പഠിച്ചിട്ടില്ലേ? മാതാപിതാക്കളും കുടുംബ ബന്ധങ്ങളും അവരോടുള്ള കടമ എന്താണെന്ന് ഇച്ചു പഠിച്ചിട്ടില്ലേ? അയൽവാസികളുടെ കടമ എന്താണെന്ന് ഇച്ചു പഠിച്ചിട്ടില്ലേ? നെറികെട്ട നായ, അന്നം ഞാൻ. സ്ത്രീകളെ അപമാനിക്കൽ അതിഗുരുതരമായ അപരാധമാണ്. സ്ത്രീയുടെ മാനം അവളുടെ ജീവനേക്കാൾ വിലപിടിച്ചതാണ്. അവൾക്ക് മാനഹാനിയും ജീവഹാനിയും വരുത്തുന്നത് കൊലപാതകത്തിന് തുല്യമാണ്. വിശ്വാസികളും നിഷ്കളങ്കമായ നല്ല മനുഷ്യരുടെ പേരിൽ അപവാദം ആരോപിക്കുന്നവൻ ഇഹത്തിലും പരത്തിലും ശപിക്കപ്പെട്ടവൻ തന്നെ. ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സ്ത്രീ സുരക്ഷിതയാണോ അവനാണ് യഥാർത്ഥ മുസൽമാൻ. പ്രവാചകൻ പറഞ്ഞത് പഠിച്ചിട്ടില്ലേ? അനക്ക് ഈ ദുനിയാവിൽ ശിക്ഷ ഒന്നേ ഉള്ളൂ, അത് മരണം തന്നെ. ആരുടെ കരച്ചിലാണല്ലോ കേൾക്കണേ? അത് ആ വാക്കുന്നാണ് തോന്നണേ. ദൈവമേ, ചതിച്ചല്ലോ ആചാരെ. ഉമ്മാനും പെങ്ങളെ തിരിച്ചറിയാത്ത ഓരോ നായിന്റെ മക്കൾക്കും ഇതായിരിക്കും വിധി. പ്രിയപ്പെട്ട സമൂഹത്തിന് ഞങ്ങളുടെ എളിയ ഒരു സന്ദേശമാണ് ഇത്. മാതാപിതാക്കളെ സ്വന്തം മക്കൾ നാടിനും സമൂഹത്തിനും ഒരു ശാപമാകാതിരിക്കുക. ജീവിത വ്യഗ്രതയും മദ്യാസക്തിയും
സുഖലോലുപതയും നിറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിച്ച് തകർച്ചയുടെ പടുകുഴിയിൽ വീഴാതിരിക്കുവാൻ ശൈശവം മുതലേ ദൈവസ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ മാർഗങ്ങളിലൂടെ വളർത്തുവാൻ നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കുക. ഇന്റർനെറ്റും മൊബൈലും നിറഞ്ഞ സാങ്കേതിക ഉപകരണങ്ങളുടെ സാന്നിധ്യം നമ്മുടെ തലമുറയെ വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്വന്തം ഉമ്മയും പെങ്ങളും ആരാണെന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മക്കൾ അധപ്പതിക്കുന്നു. അവരുടെ ജീവിതത്തെയും പ്രവൃത്തികളെയും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വേണ്ട വിധം പരിശോധിച്ച് അറിയുന്നില്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ നമ്മുടെ തലമുറകളുടെ ഗതി ഇതായിരിക്കും.